അവിചാരിതം. രചന ദേവലക്ഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. അങ്ങനെ നീയും ലോക്കായി. ഞാൻ മാത്രം ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുമ്പോ നീയൊക്കെ തള്ളയും പിള്ളേരുടെ ഡയപ്പർ മാറ്റി അപ്പിയും കോരി പിള്ളേരുടെ ഒക്കെ ചന്തിയും കഴുകി. തലകുത്തി ചിരിച്ചു മറിയുന്ന അബിയെ നോക്കി മറ്റു മൂന്നുപേരും പല്ലുകടിച്ചു. അഭിറാം, ശ്രീനാഥ്, പ്രശാന്ത്, എബിൻ. നാലുപേരും ബാല്യകാല സുഹൃത്തുക്കൾ, ഒരേ നാട്ടുകാർ. ശ്രീനാഥ് വയസ്സ് 29, പഞ്ചായത്തിലെ അക്കൗണ്ടന്റ്. പ്രശാന്ത് വയസ്സ് 29, മെഡിക്കൽ സ്റ്റോർ നടത്തുന്നു. എബിൻ വയസ്സ് 29, കാർ ഡീലറാണ്. അഭിറാം വയസ്സ് 31, ബസ് ഡ്രൈവറാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് തോന്നില്ലേ? ഉണ്ടല്ലോ, ഉണ്ടാവണമല്ലോ. കൂട്ടത്തിലെ മൂത്താപ്പയാണ് അബി. പക്ഷെ അതിന്റെ യാതൊരു അഹങ്കാരവും ചെക്കനില്ല കേട്ടോ. ആളിപ്പോഴും അടിച്ചൊളിച്ച് നടപ്പാണ്. മറ്റു മൂന്നുപേരുടെ അനിയനാണെന്നേ കണ്ടാ പറയും. അല്ല, അങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ചെക്കൻ കൈവച്ച മേഖല അതാണല്ലോ. ഏത്? ബസ് ഓടിക്കലേ. അച്ഛൻ പുരുഷോത്തമന് 2 ബസ് സ്വന്തമായിട്ടുള്ളത് കൊണ്ടും കാർന്നോമാരായിട്ട് കിട്ടിയ ഭംഗിയും കോലം ഉള്ളത് കൊണ്ടും ചെക്കൻ ലൈഫ് കളറാക്കി. പെണ്ണുമില്ല പെടയുമില്ല എന്ന് വെച്ച് സ്ത്രീ വിദ്വേഷയില്ല കേട്ടോ. ദർശനേ പുണ്യം, സ്പർശനേ പാപം എന്നൊരു ലൈൻ. വീടും നാടും നിറഞ്ഞു കവിഞ്ഞിട്ടും ചെക്കന് പെണ്ണെട്ടാൻ ഭയങ്കര മടി. ഫ്രീഡം പോകും പോലും. കൂട്ടത്തിൽ ശ്രീനാഥിന്റെ കല്യാണമാണ് നാളെ. ഒരേ സമയം 2 കല്യാണമാണ് ശ്രീനാഥിന്റെ വീട്ടിൽ നടക്കുന്നത്. അവന്റെയും അവന്റെ പെങ്ങൾ ശ്രീപ്രിയയുടെയും. ശ്രീപ്രിയ സ്കൂൾ ടീച്ചറാണ്. ഇരുവരുടെയും മാറ്റ കല്യാണമാണ്. ശ്രീപ്രിയ വിവാഹം കഴിക്കുന്ന വരന്റെ സഹോദരിയാണ് ശ്രീനാഥ് വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് തലേ ദിവസം ശ്രീയുടെ വീടിന്റെ ടെറസിൽ കൂടിയതാണ് 4 ചങ്ങാതിമാരും. പ്രശാന്തിന്റെ വിവാഹം കഴിഞ്ഞ് 2 വർഷമായി. വൈഫ് ധന്യ. 3 മാസം പ്രായമുള്ളൊരു മോളുണ്ട്. അതുപോലെ എബിന്റെ വിവാഹം 1.5 വർഷം മുമ്പായിരുന്നു. 8 മാസം ഗർഭിണിയാണ്. വൈഫ് ടിൻറ്റു. കൂട്ടത്തിൽ സുന്ദരനും സുമുഖനുമായിട്ടുള്ള നമ്മുടെ അബിക്ക് തന്നെയായിരുന്നു വിവാഹ കമ്പോളത്തിൽ ആദ്യം നറുക്ക് വീണ്. പക്ഷെ നമ്മുടെ ചെക്കൻ വരാൽ വഴുതുന്ന പോലെ ഒഴിഞ്ഞു മാറി. അതായത് ഉത്തമ എല്ലാവരെയും കൊതിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞു വന്നു. അബി വീട്ടിലെ ഒറ്റ പുത്രനാണ്. അതുകൊണ്ട് തന്നെ അമ്മ കൗസല്യാമ്മ അമ്പലങ്ങൾ മുഴുവൻ നേർച്ചയും വഴിപാടുമായി നടക്കുകയാണ്. ഏതെങ്കിലും ദൈവങ്ങൾക്ക് അനിയണം എന്ന പ്രാർത്ഥനയോടെ രഹസ്യമായി എബിന്റെ അമ്മച്ചി ക്ലാരയുടെ കയ്യിലും പലഹാരമുണ്ടാക്കി വിൽക്കുന്ന മറിയമ്മയുടെ കയ്യിലും നേർച്ചകൾ കൊടുത്ത് വിടാറുണ്ട്. ആരാണ് പ്രസാദിക്കുക എന്ന് പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ ഹിന്ദു ദൈവങ്ങളും ക്രിസ്ത്യൻ ദൈവങ്ങളും മുസ്ലിം ദൈവവും ഒരുമിച്ച് ചേർന്ന് ഒരു മതസൗഹാർദ്ദം തന്നെ നടപ്പിലാക്കി. ഒരു 8ന്റെ അത് തീരെ കുറഞ്ഞു പോകും. ഒരു 32ന്റെ പണി തന്നെയാണ് നമ്മുടെ അബിക്കായിട്ട് പണിഞ്ഞു വെച്ച്. അതിലേക്കാണ് കേട്ടോ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ബൈ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നു മാറിപ്പോയോ, സോറി. അപ്പൊ സ്ക്രീനിൽ നമ്മുടെ ശ്രീനാഥിന്റെ ടെറസ്. എന്താണ് ചെക്കന്മാരെ നീയൊക്കെ അണ്ടിപോയ അണ്ണാമാരെ പോലെ ഇരിക്കുന്നത്? നിന്റെയൊക്കെ വായിൽ പാഴാണോ? അബി കത്തിക്കയറിയാണ്. കത്തട്ടെ, നല്ലോണം കത്തട്ടെ. കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ വെന്ത് ചാരാവാൻ പോവുകയാണെന്ന് പാവം അറിയുന്നില്ലല്ലോ. സോറി, വീണ്ടും ഞാൻ കാര്യത്തിൽ നിന്നും തെന്നി മാറുന്നുണ്ടോ? മതി, നിർത്താ അവനൊരു കാവലപ്രസംഗം. എബിൻ അഴിഞ്ഞു തുടങ്ങിയ മുണ്ട് മുറുക്കിയെടുത്ത് ചാടി എഴുന്നേറ്റു. ഒരു കുടുംബസ്ഥനായതിന്റെ സുഖം അതൊന്ന് വേറെയാണ് മോനെ. നിനക്കുണ്ടല്ലോ കിട്ടാത്ത ഉന്തിരി പൊളിക്കുന്നതാണ്. അവന്റെ ഒരു ബാച്ചിലർ ലൈഫ് ഫ്രീഡം പോലും. പെണ്ണ് കിട്ടിയിട്ട് എന്റെ ലൈഫിൽ ഒരു മാറ്റം ഇതുവരെ വന്നില്ല. നിനക്ക് വന്നോടോ ശാന്തു? എബിൻ പ്രശാന്തിന് നേരെ നോക്കി അവൻ മിഴിച്ചിരിക്കുകയാണ്. കുന്തം വിഴിഞ്ഞിരിക്കാതെ പറയടാ പുല്ലേ. എബിൻ വാക്കുകൾ ചുണ്ടിനിടയിലാക്കി പറഞ്ഞു. എന്തോ മനസ്സിലായ പോലെ പ്രശാന്ത്. അതേടാ എബി, എന്തു മാറ്റം? നമ്മളിപ്പോഴും ഫുൾ ഫ്രീഡത്തിലാ. പറഞ്ഞു വന്നപ്പോൾ പ്രശാന്തിന്റെ ശബ്ദം ഒന്ന് മുറിഞ്ഞു പോയി. എന്താ മോനെ ശാന്തു, ശബ്ദത്തിനൊരു പതർച്ച? അബി കുസൃതിയോടെ ചോദിച്ചു. എന്തു പതർച്ച? എബി ഇടയിൽ കയറി. അത് സന്തോഷകരമായ വൈവാഹിക ജീവിതോർത്ത് സന്തോഷം കൊണ്ട് അവന്റെ ശബ്ദം പുറത്തേക്ക് വരാത്ത അല്ലേടാ ശാന്തു? അവൻ കണ്ണുരുട്ടി പ്രശാന്തിനെ നോക്കി. അതിന് എബി പറഞ്ഞു വളരെ കറക്റ്റാ. പ്രശാന്ത് പേടിയോടെ നോക്കിക്കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. ഫ്രീഡത്തിന് ഫ്രീഡം, സ്നേഹത്തിന് സ്നേഹം, കയറിന് കയറ്. എന്ത് കയറോ? അബി പൊട്ടിച്ചിരിച്ചു. കയറല്ലടാ വടം. എബിൻ അബിയെ ചെറഞ്ഞു നോക്കി. സോറി, നീ പറഞ്ഞു, പ്ലീസ് കണ്ടിന്യൂ. അബി ചിരിയൊതുക്കി ഡീസൻ്റായി. ഞാൻ പറഞ്ഞൊന്ന്, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സമയത്തിന് കല്യാണം കഴിക്കണം. അത് ചെയ്യാൻ നടക്കുന്ന നിന്നോട് ഞാൻ എന്ത് പറയാനാ? പോന്നി സൂചിച്ച് നടക്കോ, മനുഷ്യനെ കൊതിപ്പിക്കാൻ. പാവ എബിൻ ആത്മഹതിച്ചതാണ്. പെട്ടെന്നാണ് ഒരു മൊബൈൽ റിങ് ചെയ്ത്. 4 പേരുടെയും ഫോൺ ഒരു സൈഡിലായി ഒതുക്കി വെച്ചിരുന്നു. അബി കയ്യെത്തിച്ച് റിങ് ചെയ്യുന്ന ഫോൺ എടുത്ത് നോക്കി. ടിൻഡു മോൾ കോളിംഗ്. ഹായ്, എബിയുടെ ഫോണാണല്ലോ. ഡാ എബിക്കുട്ടാ, ദാ നിന്റെ ലവറും കെയറും വിളിക്കുന്നു. അബി ഫോൺ എബിക്ക് നേരെ നീട്ടി. എബി ചെറിയൊരു ഞെട്ടിലോടെ ഫോൺ കയ്യിൽ വാങ്ങി. കുടുങ്ങിയല്ലോ നാഥ, ഇവൾക്ക് വിളിക്കാൻ കണ്ടൊരു നേരം. എബിൻ വലിച്ചൊരു ചിരി അബിക്ക് സമ്മാനിച്ചുകൊണ്ട് ഫോൺ വാങ്ങി ചെവിയോട് ചേർത്തു. ഹലോ ടിൻഡു മോളെ, എല്ലാവരും നോയിക്കോ, ഒരുത്തന്റെ സ്വാതന്ത്ര്യം ഇപ്പൊ ഈ അർദ്ധരാത്രിയിൽ അഴിഞ്ഞു വീഴും.
അബി തികട്ടി വന്ന് ചിരി കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. മറ്റു രണ്ടുപേരും ചിരിക്കണോ കരയണോ എന്നറിയാതെ ദയനീയമായി എബിയെ നോക്കി. ഡോ മനുഷ്യ, തനിക്ക് വീട്ടിൽ കയറാനായില്ലേ? ഫോൺ എടുത്ത പാടെ ടിൻഡു എബിയോട് കത്തിക്കയറി. എബി ഫോൺ ഒന്നുകൂടി ചെവിയോട് അമർത്തി പിടിച്ചു, സംസാരം പുറത്തേക്ക് വരാതെ. മോളെ ഇച്ചായനിവിടെ ഇവിടെ ഉണ്ടടി, നീ കിടന്നില്ല? എബി അബിയുടെ മുഖത്തേക്ക് നോക്കിയാണ് പറയുന്നത്. എന്തോന്ന് ഇച്ചായനിന്ന് വരേണ്ടെന്നോ? അയ്യോ അങ്ങനെ പറയല്ലേ മോളെ, ഞാൻ ഇപ്പൊ തന്നെ വരും, എനിക്കിതിനെ കാണാൻ പൂതിയാവുക. ഫോൺ ചെവിയിൽ നിന്നെടുത്ത് പൊത്തിപ്പിടിച്ച് എബി അബിയെ നോക്കി വിജയഭാവത്തിൽ ചിരിച്ചു. കണ്ടോടാ അവള് പറഞ്ഞ്, നീ കേട്ടോ ഇന്നിനോട് അങ്ങോട്ട് വരണ്ടാന്ന്. എന്നിട്ട് വീണ്ടും ഫോൺ ചെവിയോട് ചേർത്തു. എന്താ മോളെ, ഭക്ഷണം കഴിച്ചെന്നോ? ആ കഴിച്ചു. അവൻ വീണ്ടും നാടകീയമായി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അബി എബിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി കോളിൽ ലൗഡ് സ്പീക്കർ ഇട്ട്. ഇവിടെ മരത്തലയാ മത്തങ്ങാ മോറ, താൻ എന്തൊക്കെ പോളത്തല വിളിച്ചു പറയുന്നേ? ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ 50 വരെ എണ്ണും. അതിനുമ്പ് ഇവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ ഈ രാത്രിയിൽ അങ്ങോട്ട് വരും. പറഞ്ഞില്ലാന്ന് വേണ്ട, നിങ്ങൾ ഒരുത്തനയച്ചായ ആ ചേട്ടന്മാരെ കൂടി നശിപ്പിക്കുന്നത് ഇങ്ങനൊരു സാധനം. പറഞ്ഞിരുന്ന ഫോൺ ഡിസ്കണക്ട് ആയി. അയ്യോ അവളെന്താ വിളിച്ചേ? മരത്തലയൻ മത്തങ്ങ മോററ്റ്. എന്റെ പെങ്ങളും മുത്ത, അവൾക്ക് കറക്റ്റായിട്ട് കാര്യം അറിയാം. അബിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. ഉറക്കെ ചിരിക്കുന്നില്ലെങ്കിലും പ്രശാന്തിന്റെയും ശ്രീനാഥിന്റെയും ഭാവം വ്യത്യാസമില്ല. പാവേബി കറണ്ട് അടിച്ച കാക്കയെ പോലെ ജീവനില്ലാണ്ടായി പോയി. പെട്ടെന്ന് അടുത്ത ഫോണും ബെല്ലടിച്ചു. അബിയുടെ പൊട്ടിച്ചിരി ഉച്ചത്തിലായി. വേഗം തന്നെ പ്രശാന്ത് ഫോൺ കയ്യിലെടുത്ത് കോള് കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. എന്തേ ഫോൺ എടുക്കുന്നില്ലേ? അബി ചിരിർത്തി പ്രശാന്തിനോട് ചോദിച്ചു. ഇല്ലടാ, അതേതോ റോങ് നമ്പറാ. എന്തിനാ നമ്മുടെ സന്തോഷങ്ങളെ വേണ്ടി അതൊക്കെ എടുത്ത് സംസാരിക്കുന്നത്? അതെ ആ റോങ് നമ്പറിന്റെ പേര് ധന്യെന്നായിരിക്കും അല്ലേ? എന്റെ ദൈവമേ, ഇന്നീ പന്നിയുടെ ദിവസമാണെന്ന് തോന്നുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും ഇവന്റെ വായിലേക്ക് തന്നെയാണല്ലോ അത് വീഴുന്നത്. മറ്റു 3 പേരും ഒരേ സമയം അബിയെ മനസ്സിൽ സ്മരിച്ചു. സാറില്ലടാ മക്കളെ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിൽ എടുക്കണം. എങ്കിൽ നമുക്കൊക്കെ പിരിയാം. ഇപ്പൊ തന്നെ ടിൻഡുമോള് എണ്ണി പകുതിയായിട്ടുണ്ടാവും. എബിക്കുട്ടോ വായോ, ചേട്ടൻ കുട്ടനെ വീട്ടിലാക്കാം. അബി അതും പറഞ്ഞ് എഴുന്നേറ്റ് മുണ്ടിലെ പൊടി തട്ടി കളഞ്ഞു. ബാബി രാവിലെ ഓർക്കണ്ട, ഒരു ബസ് നീ തന്നെയല്ലേ എടുക്കുന്നത്? അതെ ശ്രീ, ഞാൻ തന്നെയാ. നിനക്ക് നാളെങ്കിലും ആരെങ്കിലും നോക്കായിരുന്നില്ലേ? ഇതിപ്പോ സമയത്തിന് ഇവന്റെ കെട്ട് കാണാൻ പറ്റുമോ നിനക്ക്? പ്രശാന്ത് ചെറിയൊരു ദേഷ്യത്തോടെ അബിയെ നോക്കി. അതൊക്കെ പറ്റൂടാ, ഞാൻ സമയത്തിന് വരില്ലേ? വാ എന്നാ ശരി, ഇനി സമയം വേണ്ട, മണവളം പോയി ഉറങ്ങാൻ നോക്ക്. എബി പറഞ്ഞുകൊണ്ട് തിടുക്കപ്പെട്ട് താഴേക്ക് ഇറങ്ങി. അവന്റെ പോക്ക് കണ്ട് ചെറുചിരിയോടെ മറ്റുള്ളവരും. അവരുടെ നാട്ടിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ മാത്രം അകലെയുള്ള ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു വിവാഹങ്ങൾ നടക്കുന്നത്. ശ്രീനാഥിന്റെ വണ്ടിയിലായിരുന്നു എബിനും പ്രശാന്തും. ശ്രീയുടെ അച്ഛനും അമ്മയ്ക്കൊപ്പമായിരുന്നു ശ്രീപ്രിയ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയത്. ആദ്യം നടക്കേണ്ട ശ്രീനാഥിന്റെ വിവാഹമായിരുന്നു. ശ്രീനാഥിന്റെ വാഹനം ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയപ്പോഴേക്കും അച്ഛനും അമ്മയ്ക്ക് അകത്തേക്ക് കയറിയിരുന്നു. ഈ അബി ദൂരം വന്നില്ലേ? ശ്രീ എബിനോട് ചോദിച്ചു. ഇല്ലടാ, ഒരു ബസ് എത്തിയുള്ളൂ, ബാക്കിയുള്ള എല്ലാവരെയും കൂട്ടി അവൻ വരുന്നു. മുഹൂർത്താകുമ്പോഴേക്കും എത്തും, നീ വിഷമിക്കാതെ. നിങ്ങളിവിടെ സംസാരിച്ചിരിക്കുക, അകത്തേക്ക് വാ. പ്രശാന്ത് നടന്നുകൊണ്ട് മുന്നോട്ട് നടന്നു. അവർ 3 മണ്ഡപത്തിനടുത്ത് എത്തിയപ്പോഴേക്കും അവിടെ ആകെ ഒരു ശാന്തത നെള്ളിച്ചിരുന്നു. എല്ലാവരുടെയും മുഖം എന്തോ അത്ര ശരിയായി തോന്നിയില്ല. പ്രശാന്ത് എബിനും ശ്രീനാഥും പരസ്പരം നോക്കിക്കൊണ്ട് ശ്രീനാഥിന്റെ അച്ഛന്റെ അടുത്തേക്ക് നടന്നു. എന്താച്ചാ, എന്തൊരു വിഷമം പോലെ, എന്തോ അസുഖകരമായി നടക്കാൻ പോകുന്നെന്ന തോന്നലിൽ ശ്രീനാഥ് അച്ഛൻ മുകുന്ദനോട് ചോദിച്ചു. അതേ ഒന്നും മിണ്ടാ 3 മാറി മാറി നോക്കി. എന്താച്ചാ, എന്താണെങ്കിലും പറയൂ. ഇക്കുറി എബിൻ അച്ഛന്റെ കയ്യിൽ പിടിച്ചു. അത് പിന്നെ മക്കളെ. അദ്ദേഹം ഒരു വിതുമ്പലോടെ ശ്രീനാഥിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ 3 അച്ഛനെ ചേർത്ത് പിടിച്ചു. എന്താച്ചാ, എന്താ കാര്യം? അമ്മയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും വല്ലായികയുണ്ടോ? ശ്രീനാഥ് ഒട്ടൊരു ഭയപ്പാടോട് അച്ഛനോട് വീണ്ടും തിരക്കി. ഇല്ല മോനെ, അമ്മ പ്രിയമോളുടെ അടുത്തുണ്ട്. നമ്മുടെ പ്രിയയുടെ കല്യാണം നടക്കില്ല മോനെ. മുകുന്ദൻ ഇടർച്ചയോടെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ശ്രീനാഥിനൊപ്പം പ്രശാന്ത് എബിനും ഞെട്ടിത്തെരിച്ചു. എന്താ അച്ഛൻ പറഞ്ഞു? പ്രിയയുടെ വിവാഹം നടക്കില്ലെന്നോ? എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് മോനെ മിഥുൻ, അവന് രാവിലെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചെന്ന് എല്ലാവരും ഇപ്പോഴാ കാര്യം അറിയുന്നത്. ശ്രീപ്രിയയുടെ വരനായിരുന്നു മിഥുൻ. മിഥുന്റെ സഹോദരി മൃദുലയാണ് ശ്രീനാഥ് വിവാഹം കഴിക്കുന്നത്. എന്റെ ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യാച്ചാ? ശ്രീനാഥ് വിഷമത്തോടെ തലയിൽ കൈവച്ചു. എന്നിട്ടാ ചേറ്റയുടെ അച്ഛാ? എബി രോഷത്തോടെ മുകുന്ദനോട് ചോദിച്ചു. അറിയില്ല മോനെ, ആർക്കും അറിയില്ല. അവൻ ഫോൺ വിളിച്ച് മൃദുലയോട് പറഞ്ഞതായത്. എന്നിട്ട് മൃദുലയും വന്നിട്ടില്ലേ? ചോദ്യം എബിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശ്രീനാഥ് ഉത്തരത്തിനായി മുകുന്ദനെ നോക്കി. മോളും അവിടെ അച്ഛനും അമ്മയും ബന്ധുക്കളെല്ലാം എത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്കെല്ലാം ആകെ ഒരു വിഷമ, നമ്മളിനി കല്യാണം നടത്തില്ല എന്നാ അവരുടെ സംശയം. ശ്രീനാഥിനെ നോക്കിക്കൊണ്ടാണ് മുകുന്ദൻ പറഞ്ഞു. എന്തിനാച്ചാ അവർ വിഷമിക്കുന്നത്? അവർ തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എബിൻ പറഞ്ഞു. അത് ശരിവെക്കുന്ന വിധത്തിൽ ശ്രീനാഥും പ്രശാന്തും തലകുലുക്കി. എങ്കിലും നമ്മൾ എന്ത് ചെയ്യും മോനെ? പ്രിയമോളുടെ മുഖം കാണുമ്പോൾ എനിക്ക്. മുകുന്ദൻ വീണ്ടും വിതുമ്പലടക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് 1-2 ബന്ധുക്കളും പ്രശാന്തിന്റെ എബിന്റെ അബിയുടെ ഒക്കെ അച്ഛന്മാരും അവരുടെ അടുത്തേക്ക് വന്നു. മുകുന്ദ,
കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് വിഷമിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രശാന്തിന്റെ അച്ഛനാണ്. ഇനിയിപ്പോൾ എങ്ങനെയാ? ശ്രീനാഥിന്റെ ആ കുട്ടിയുടെ വിവാഹം നടത്തുന്നുണ്ടോ? വിവാഹം നടക്കുമോ മാവ? ഒന്നും അറിയാത്തൊരു പെൺകുട്ടിയെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല, ശ്രീനാഥ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു വിവാഹം അതങ്ങ് നടത്താം അല്ലേ മുകുന്ദ? മുകുന്ദൻ എന്തു പറയണമെന്നറിയാൻ നിന്നു. പെട്ടെന്ന് അബിയുടെ അച്ഛൻ പുരുഷോത്തമന് മുമ്പിലേക്ക് കയറി വന്നു. അതെ, നിങ്ങളെല്ലാവരും കൂടി ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന ഉചിതാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ ചോദിച്ചോട്ടെ. എല്ലാ കണ്ണുകളും പുരുഷോത്തമന് നേരെയായി. മുകുന്ദ, നിന്റെ മകൾ എൻ്റെ മക അഭിറാമിന് വാങ്ങിച്ചു തരുമോ? എനിക്കും എൻ്റെ ഭാര്യയ്ക്കും പൂർണ്ണ സമ്മതം. എനിക്കിനി മറ്റാരുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ എൻ്റെ മകൻ അബി ശ്രീപ്രിയയുടെ കഴുത്തിൽ താലി കിട്ടും. എല്ലാവരും എന്തു പറയുന്നു? പുരുഷോത്തമൻ പറഞ്ഞു നിർത്തി എല്ലാവരുടെയും മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ മക്കളെ, 32ന്റെ പണിയൊന്ന്. അതാണിപ്പോ പുരുഷന്മാരിൽ ഉത്തമനായ പുരുഷോത്തമൻ വക നമ്മുടെ ഫ്രീഡം ഫൈറ്റർ അബിക്കുള്ള മുട്ടം പണി. പുരുഷോത്തമന്റെ വാക്കുകൾ എല്ലാവരിലും ഹൃദയം നിറഞ്ഞ സമാധാനമാണ് ഉണ്ടാക്കിയത്. ശ്രീനാഥ് അദ്ദേഹത്തെ ഇറുക്കെ പുണർന്നു. അച്ഛാ, ഞങ്ങൾ അച്ഛനോടെങ്ങനെ? ശ്രീനാഥ് വാക്കുകൾ കിട്ടാതെ പതറി. മുകുന്ദനും എഴുന്നീരൊപ്പി പുഞ്ചിരിച്ചു. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. കാരണം പുരുഷോത്തമൻ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സ്വത്ത് കൊണ്ടും സ്വഭാവമായും കൊണ്ട് ആ കുടുംബം മുൻപന്തിൽ തന്നെയാണുള്ളത്. പിന്നെ നമ്മുടെ അബിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. സുന്ദരൻ, സുമുഖൻ, സുശാന്തൻ, സുശീലൻ, അങ്ങനെ പേരുകൾ നീണ്ടു നീണ്ടു പോകും. പെട്ടെന്ന് അബിയുടെ ശബ്ദത്തോടെ മുഴങ്ങി. അല്ല, എല്ലാം തീരുമാനിക്കാൻ വരട്ടെ, കല്യാണ ചെക്കനെ വീട് അറിയിക്കണ്ടേ? അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. പുരുഷോത്തമ, അബി ഇതിനെ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മുകുന്ദൻ വീണ്ടും വിഷമഭാവത്തിൽ പുരുഷോത്തമനോട് പറഞ്ഞു. നീ വിഷമിക്കാണ്ട് മുകുന്ദ, അവൻ സമ്മതിക്കും. അവന്റെ അച്ഛൻ ഞാനാ. ഞാൻ പറയുന്ന അവൻ അനുസരിക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. അബിയുടെ അച്ഛൻ രണ്ടും കൽപ്പിച്ച് അരയും തലയും മുറുക്കി ഇറങ്ങി. ടാ ശ്രീ, മിക്കവാറും അവൻ നിന്നെ ശരിയാക്കും, എബി ശ്രീയുടെ ചെവിയിലായി പറഞ്ഞു. അവനിനി സമ്മതിക്കാതിരിക്കുമോ? എങ്കിലെന്റെ ശ്രീ. അല്ല, നിനക്ക് നിന്റെ പെങ്ങളെ അബി കൊടുക്കുന്നതിൽ വല്ല വിഷമമുണ്ടോ? എബിയാണ്. എന്തിനാണോ ഞാൻ വിഷമിക്കുന്നത്? നമ്മുടെ അബിയല്ലേ, അവനെ നമുക്കെല്ലാം മറ്റാർക്കും അറിയാം. പക്ഷെ എബി, ശാന്തു, അവൻ സമ്മതിക്കുമോ? നീ വിഷമിക്കാണ്ടാ, ഞങ്ങളിൽ നിന്റെ കൂടെ. അവൻ സമ്മതിക്കും, ഇല്ലെങ്കിൽ നമ്മൾ സമ്മതിപ്പിക്കും. തൽക്കാലം അവൻ ഇതൊന്നും അറിയണ്ട, ഇവിടെ വരുമ്പോൾ മാത്രം അറിഞ്ഞാൽ മതി. എന്റെ ഈശ്വര, നല്ല കൊലത്തിൽ തന്നെ വന്നാൽ മതിയായിരുന്നു. അതുമാത്രം എൻ്റെ ഒരു പേടി. ഇന്നലെ മുണ്ടും ഷർട്ടും ഉണ്ടെന്നൊക്കെ അവനോട് പറഞ്ഞതാ. ആർക്കറിയാം, വല്ല വള്ളിയും തൊങ്ങലൊക്കെയുള്ള പാൻറ്റും ടീഷർട്ടൊക്കെയാണ് ഇട്ടുകൊണ്ട് വരുന്നതെന്ന് എബി മുകളിലേക്ക് നോക്കി പറഞ്ഞു. എടാ പിള്ളേരെ, എന്നാ പിന്നെ നിങ്ങൾ വേഗം പോയി താലിമാലയ്ക്ക് വാങ്ങിവാ. ഞാൻ ജ്വല്ലറിയിലേക്ക് വിളിച്ചു പറഞ്ഞോളാം. പിന്നെ നമ്മുടെ കടയിൽ കയറി ഒരു സാരി എടുത്തോളൂ, അത് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. നിങ്ങൾ വേഗം ചെല്ലാൻ നോക്ക്. പുരുഷോത്തമൻ എബിയോടും പ്രശാന്തിനോടുമായി പറഞ്ഞു. ശരിയാച്ചാ, ഞങ്ങൾ പോയി വരാം. ദാ ശ്രീ, നീ പ്രിയുടെ അടുത്തേക്ക് ചെല്ല്. എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിക്കുക. ഞങ്ങളിതാ വരുന്നു. പറഞ്ഞുകൊണ്ട് ഇരുവരും തിടുക്കത്തിൽ പുറത്തേക്ക് ഓടി. പെട്ടെന്ന് തന്നെ എല്ലാവരും കാര്യങ്ങളെല്ലാം അറിഞ്ഞു. പുരുഷോത്തമനും കൗസല്യയും മാറിയെന്ന് അവരുടെ ബന്ധുക്കളെ വിളിച്ച് വിവരം പറഞ്ഞു. ആർക്കും എത്താൻ സാധിക്കില്ലെങ്കിലും എല്ലാവരെയും വിവരം അറിയിക്കണമല്ലോ. മുകുന്ദ, നമുക്ക് നാളെയോ മറ്റന്നാളോ റിസപ്ഷൻ കൂടി വെക്കാം. ഇന്നത്തെ കാര്യങ്ങൾ നടക്കട്ടെ. ഫോൺ വിളിച്ചു കഴിഞ്ഞ് മുകുന്ദന്റെ അടുത്തേക്ക് വന്ന പുരുഷോത്തമൻ പറഞ്ഞു. ശരിയടോ, എല്ലാം താൻ പറയുന്ന പോലെ. ശ്രീപ്രിയയുടെ അടുത്തിരിക്കുകയാണ് ശ്രീനാഥ്. പ്രിയമോള്, നിനക്ക് അബിയെ വിവാഹം ചെയ്യുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ? പ്രിയ കരങ്ങിയ കണ്ണുകളോടെ ഏട്ടനെ നോക്കി. ഏട്ടാ, ഞാൻ അത് പിന്നെ അബിയേട്ടനീ കല്യാണത്തിന് താല്പര്യം ഉണ്ടാവുമോ? നീ വിഷമിക്കേണ്ട മോളെ, അവൻ സമ്മതിക്കും. എനിക്കറിയാവനെ. നിനക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ലേട്ടാ, എനിക്ക് സമ്മതം. പ്രിയമോളെ, നിനക്കറിയില്ല അവനെ. ഈ കാണുന്ന ചാട്ടവും പൊളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, വെറും പാവാ. പെൺപിള്ളേരുടെ ചെറിയ ചെറിയ കളിതമാശകളൊക്കെ പറയെങ്കിലും മോശമായ രീതിയിൽ അവൻ ഒരാളോട് ഇടപെട്ടില്ല, അതെനിക്ക് ഉറപ്പാ. പിന്നെ അവരുടെ അച്ഛനും അമ്മയും അവനും സാധുക്കളാ. ഏട്ടൻ പേടിക്കണ്ട, എനിക്ക് പൂർണ്ണ സമ്മതം. ശ്രീപ്രിയ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ആ മുറിയിൽ തന്നെ ഒരു ഭാഗത്തായി മൃദുലയും അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീ മൃദുലയുടെ അടുത്തേക്ക് നടന്നു. മൃദു, അവന്റെ വിളിയേട്ട് മൃദുല താഴ്ത്തി പിടിച്ച തല ഉയർത്തി അവനെ നോക്കി. ശ്രീയേട്ട, എനിക്കറിയില്ലായിരുന്നു ഏട്ടൻ ഇങ്ങനെ ചെയ്യുന്നു. അവൾ വാക്കുകൾ പെറുക്കിയെടുത്ത് പറഞ്ഞു. ഇല്ലടോ, താൻ വിഷമിക്കണ്ട. തന്നെ നിന്റെ പേരിൽ ആരൊന്നും പറയില്ല. തനിക്കെന്നെ വിശ്വാസമല്ലേ? അവൾ നിറഞ്ഞ മിഴികൾ ഉയർത്തി അവനെ നോക്കി തലകുലുക്കി. ലാസ്റ്റ് ട്രിപ്പ് ആളുകളുമായി അബിയുടെ ബസ് എത്തി. അവൻ പാർക്കിങ്ങിലേക്ക് വണ്ടി കയറ്റി നിർത്തി വേഗം ഡോറ് തുറന്ന് ചാടി ഇറങ്ങി. എന്റെ ദൈവമേ, കെട്ട് കഴിഞ്ഞു എന്തോ. എങ്കിലും അവന്മാരെന്നെ ഒന്ന് പഞ്ഞിക്കിടും. അവൻ പോക്കിൽ കരുതിയ ചീപ്പെടുത്ത് തലയും മുടി ഒതുക്കി വെച്ചു. അടുത്തിടുന്ന കാറിന്റെ ഗ്ലാസ്സിൽ നോക്കി എല്ലാം ഓക്കെയാണെന്ന് ഉറപ്പുവരുത്തി. പിന്നെ മുണ്ണിന്റെ കോന്തല കയ്യിൽ പിടിച്ച് ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് നടന്നു. പെട്ടെന്നാണ് എവിടെ നിന്നോ പൊട്ടി വീണ പോലെ എബിനും പ്രശാന്തും പ്രത്യക്ഷപ്പെട്ടു. ആഹാ, നിങ്ങളിവിടെ നിൽക്കുവാണോ? എടാ, കെട്ട് കഴിഞ്ഞോ? അബി അവന്മാരോട് ചോദിച്ചു. ഏയ് ഇല്ലടാ, കഴിഞ്ഞിട്ടില്ല. നീ അതിനിപ്പോഴല്ലേ വന്ന്? ഒന്നും ഓർക്കാതെ എബി വായിൽ വന്ന് പറഞ്ഞു. എന്തോന്ന്? കെട്ടുവിന്റെ വരവും തമ്മിൽ എന്നാടാ തെണ്ടി ബന്ധം? അല്ലടാ, ഞാൻ പറഞ്ഞപ്പോ തൂറ്റിപ്പോയതാ. അല്ല, തെറ്റിപ്പോയതാ. എബിൻ വിയർത്തുപോയി. ഡാ ശാന്തു, എന്തായാലും ഭാഗ്യത്തിനാവും മുണ്ട് ഷർട്ടുവാ.
കറുത്ത ഷർട്ടും കറുത്ത കരയുള്ള മുണ്ടെടുത്ത് കല്യാണം കഴിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കല്യാണ ചെക്കൻ നമ്മുടെ അഭിയായിരിക്കും. എബിൻ പ്രശാന്തിന്റെ ചെവിയോരം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ നിന്നോട് അവര് ഷർട്ടും കൂടി വാങ്ങാന്ന്. പിന്നെ ഷർട്ട് പട്ടുകോണം കൂടി ചുറ്റിക്കൊടുക്ക്, കണ്ടറിയാം ഇവൻ കെട്ടാൻ സമ്മതിക്കുമെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? എബിൻ ദൈന്യഭാവത്തിൽ പ്രശാന്തിനെ നോക്കി. എങ്കിൽ പിന്നെ ഒരൊറ്റ വഴിയുള്ളൂ. എന്ത്? അവന്റെ കയ്യും കാലം കൂട്ടിക്കെട്ടി മണ്ഡപത്തിലിരുത്തണം. അപ്പൊ നിന്റെ അച്ഛൻ കിട്ടൂടാ താരി. അയ്യോ അത് ശരിയാണല്ലോ. എങ്കിൽ പിന്നെ നമുക്ക് കാല് മാത്രം കെട്ടാം. എന്താടാ രണ്ടവിടുന്ന് കുശിക്കുന്നത്? നീ അകത്തോട്ട് വരുന്നില്ലേ? ആ ദാ വരുന്നു പറഞ്ഞുകൊണ്ട് എബിനും പ്രശാന്തും അബിയുടെ ഇരുവശത്തുമായി നിന്നു. രണ്ടുപേരും അവന്റെ ഓരോ കൈകളിലായി പിടിച്ച്. എന്നതാടാ തിണ്ടികളെ, നിങ്ങളൊക്കെ കളിയേണ്ടതൊന്നുമില്ലോ. എന്നെയാണ് പെണ്ണിട്ടിക്കാൻ കൊണ്ടുപോകുന്നെന്ന് കയ്യിൽ നിന്ന് വിടുന്നുണ്ട് രണ്ടും. അവൻ കൈകൾ കൂടെ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നും നടക്കളിയാ, സംസാരമൊക്കെ പിന്നെ. നീ വേഗം വന്നേ, നമുക്ക് ആ ചടങ്ങ് നടത്തണ്ടേ? എബിനും പ്രശാന്തും അബിയെ വലിച്ചുകൊണ്ട് മണ്ഡപത്തിനടുത്തേക്ക് നടന്നു. എങ്ങോട്ടാണാ? നമുക്ക് ഈ സൈഡിലെങ്ങനെ നിൽക്കാം, അതുപോലെ? യോ പറ്റില്ല, നമ്മള് ചെറുക്കന്റെ സ്വന്തം ആൾക്കാരാ. നമ്മള് മണ്ഡപത്തിൽ തന്നെ വേണം. നീ കണ്ടില്ലേ നിന്റെ അച്ഛനമ്മയൊക്കെ മണ്ഡപത്തിൽ നിൽക്കുന്നത്? അബി മണ്ഡപത്തിലേക്ക് നോക്കി. ശരിയാണല്ലോ, ഇതെന്താ അച്ഛനമ്മയൊക്കെ മണ്ഡപത്തിൽ? അവൻ നടന്ന് മണ്ഡപത്തിലെത്തി. കൂടെ ഇരുവശത്തുമായി എബിനും പ്രശാന്തും. നടന്നു വരുന്ന അബിയെ കണ്ട് പുരുഷോത്തമൻ അവന്റെ അടുത്തേക്ക് ചെന്നു. മോനെ, നീ മറുത്തൊന്നും പറയാതെ അച്ഛൻ പറയുന്ന കേൾക്കണം. എന്താ വെച്ചാ? അത് പിന്നെ മോനെ, പ്രിയമോളുടെ വിവാഹം മുടങ്ങി. അയ്യോ അതെന്ത് പറ്റിയച്ചാ? അത് ആ ചെക്കനിൽ നിന്ന് രാവിലെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. കുറച്ച് സമയം മുമ്പാ എവിടെ വിവരം കിട്ടുന്നു. എന്നിട്ട് സ്ത്രീ എവിടെ? ഡാ നീ ഏതൊക്കെ പറഞ്ഞിട്ട് മിണ്ടാക്കണം. വാ നമുക്ക് അവനെ കണ്ടിട്ട് പൊട്ടിച്ചു വരാം. അബി രോഷാഗുണായി മുണ്ട് മടക്കി കുത്തി എബിയോടും പ്രശാന്തിനോടും പറഞ്ഞു. ദേ ശാന്തു, ഇവനെല്ലാം കൊളാക്കും. നീ വന്നേ. എന്റെ പൊന്നബി, നീ ഒന്ന് അടങ്ങ്. നിന്റെ കെട്ടൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പോയി അവനെ അടിക്കുകയോ തൊഴിക്കുകയോ ചവിട്ടി മെതിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആദ്യം ഈ ചടങ്ങൊന്ന് കഴിയട്ടടാ. എബിൻ അബിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ആ ശരി, ഇത് കഴിയുന്നവരെ ഞാൻ ക്ഷമിക്കും. അത് കഴിഞ്ഞ് പിന്നെ കണവണ പറയത് അടിച്ചവന്റെ അണപ്പല് തെറിപ്പിക്കണം, അബി ആവേശത്തിൽ പറഞ്ഞു. പെട്ടെന്ന് എന്തോ അരുതാത്ത കേട്ട പോലെ അവൻ ഞെട്ടിത്തിരിഞ്ഞ് എബിനെ നോക്കി. അല്ല നീ എന്താ അതിനിടക്ക് പറഞ്ഞേ? ആരുടെ കെട്ടിന്റെ കാര്യ? എബിൻ പെട്ടെന്ന് അബദ്ധത്തിൽ പറഞ്ഞോർത്ത് ഞെട്ടി നിന്നു. അത് പിന്നെ അബി. അവന്റെ ശബ്ദം മുറിഞ്ഞ് പ്രശാന്തിനെയും മുന്നിൽ നിൽക്കുന്ന അബിയുടെ അച്ഛനെയും നോക്കി. എന്റെ ശാന്തു എടപെടടാ. എബി മൗനമായി ആത്മഹത്യോണ്ട് കണ്ണുകൊണ്ട് പറഞ്ഞു. മോനെ അബി, അച്ഛൻ പറയുന്ന മോൻ അനുസരിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ നീ വേണതിനൊരു പരിഹാരം കാണാൻ. എന്ത് പരിഹാരം? അബിക്ക് എന്തോ ഒരു പണി വരുന്നുണ്ടെന്ന് മനസ്സിലായി. അത് പിന്നെ മോനെ, നിന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയല്ലേ ശ്രീനാഥ്. അവനൊരു ബുദ്ധിമുട്ട് വരുമ്പോ കൂട്ടുകാരനായി നീ കണ്ടുകൊടുക്കാൻ പാടുണ്ടോ? അച്ഛൻ വളഞ്ഞു മൂക്കുടിക്കാൻ കാര്യം എന്താണ് തെളിച്ചു പറ. വേറൊന്നല്ല മോനെ, വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ മണ്ഡപത്തിൽ വെച്ച് പ്രിയമോളുടെ കഴുത്തിൽ ഒന്ന് ചെറുതായിട്ട് താരി കെട്ടണം, അത്രയേ ഉള്ളൂ. നിസ്സാരം. പുരുഷോത്തമൻ വളരെ നിസ്സാര ഭാവത്തിൽ കാര്യം അവതരിപ്പിച്ചു. ഓ അത്രയേ ഉള്ളൂ? ഞാനാകെ പേടിച്ചു പോയി. അബി ഒന്നോർക്കാതെ പറഞ്ഞു. ഒരു നിമിഷം കഴിഞ്ഞ് കേട്ട് ശരിയാണോ എന്ന രീതിയിൽ പ്രശാന്തിനെ അച്ഛനെ എബിയൊക്കെ മാറി മാറി നോക്കി. എന്താ പറഞ്ഞേ? ഞാൻ കല്യാണം കഴിക്കാനോ? അവന് ഒറ്റ അലർച്ചയായിരുന്നു. എന്റെ ശാന്തു, ഈ കടുവ നമ്മൾ തിന്നോടാ. ഒന്നും മിണ്ടായിരിക്കണ ശാമി. മോനെ അബി. കൗസല്യാമ്മ അബിയുടെ അടുത്തേക്ക് വന്നു. അമ്മയുടെ പൊന്നു മോനല്ലേ, നീ എല്ലാവരും പറയുന്ന അനുസരിക്കണം. പ്രിയ നല്ല മോളല്ലേടാ. ഉടുത്തൊരുങ്ങി വന്നിട്ട് ഈ മണ്ഡപത്തിൽ നിന്ന് കണ്ണുനീരോടെ ആ കുഞ്ഞിനെ പറഞ്ഞു വിടല്ലേടാ. നിനക്കൊരു കൂടപ്പിറപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, അവൾക്കാണിത് സംഭവിച്ചെങ്കിൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ? എൻ്റെ മോൻ ചെയ്യുന്ന വലിയൊരു കാര്യം. നിന്റെ സ്ത്രീയെ നീയൊന്ന് ഓർത്തു നോക്ക്. പാവം, ഒരേ സമയം 2 വിവാഹങ്ങൾ നടക്കേണ്ട മണ്ഡപല്ലേ. അനിയത്തിയുടെ വിവാഹം മുടങ്ങിയെങ്കിലും ശ്രീമോനും മൃദുലമോളെ വിവാഹം ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ ചെയ്യാതിരുന്ന അത് വലിയൊരു പാപമല്ലേ. ഇതിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കാൻ എൻ്റെ മോന് മാത്രമേ സാധിക്കുകയുള്ളൂ. കൗസല്യാമ്മ അവന്റെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അമ്മ എനിക്ക് പക്ഷേ. അബി ഒന്നും പറയാനാവാതെ വാക്കുകൾ നഷ്ടപ്പെട്ട് നിന്നു. ശാന്തു, ചെറിയൊരാട്ടുണ്ടടാ. ഒന്നും മിണ്ടാതിരിക്കണം. പ്രശാന്ത് ചെറിഞ്ഞു നോക്കി. അബി തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീനാഥ് നടന്നു വരുന്നുണ്ടായിരുന്നു. അവന്റെ മിഴികൾ ചുവന്ന് കലങ്ങിയിരുന്നു. മുടിയൊക്കെ അലങ്കോലമായി കിടപ്പുണ്ട്. ഷർട്ടിൽ വിയർപ്പും ചുളിവുകളും. അബി, ഞാൻ നിന്റെ കാല് പറഞ്ഞു മുഴിക്കുന്നതിന് മുമ്പേ ശ്രീനാഥ് അബിയുടെ കാൽക്കിലേക്ക് കുനിയാനാഞ്ഞു. ശ്രീ, നീ എന്താ ഈ കാണിക്കുന്നത്? നിനക്കത് ഭ്രാന്ത് പിടിച്ചോ? അബി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ പ്രിയ അവളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ എങ്ങനെയാണ് മൃദുലയുടെ കഴുത്തിൽ താലിയിട്ട്? ശ്രീനാഥിന്റെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു. കണ്ടിരുന്ന പ്രശാന്തിന്റെ എബിയുടെയും മുഖം ചുവന്നു. അവർ രണ്ടുപേരും ഇരുവരുടെ അടുത്തേക്ക് ചെന്നു. എന്റെ ശ്രീ, നീ വിഷമിക്കാതെ, നിന്റെ കെട്ടിടക്കും ഒപ്പം ഇവന്റെയും, എബിൻ ഗൗരവത്തിൽ പറഞ്ഞു. എടാ അബി എന്തോ പറയാൻ ശ്രമിച്ചു. നീ ഒരു കോപ്പം പറയണ്ട, മര്യാദ കയറിക്കണ മണ്ഡപത്തിൽ. ഇനി കെട്ടേണ്ടു മതി വിശദീകരണമൊക്കെ, പ്രശാന്ത് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എടാ തെണ്ടികളെ, അതല്ല, നിങ്ങൾക്ക് ആ കൊച്ചിന്റെ തീരുമാനം ചോദിച്ചോ? ഏത് കൊച്ചിന്റെ?
എബി സംശയത്തിൽ അബിയെ നോക്കി. അത് പിന്നെ പ്രിയയുടെ അതൊക്കെ ചോദിച്ചു ഉറപ്പുവരുത്തിയിട്ടാ നിന്നോട് കെട്ടാറടിയാൻ പറഞ്ഞ് എബി മറുപടി കൊടുത്തു. അബി വീണ്ടും സംശയഭാവത്തിൽ ശ്രീയെയും അച്ഛനെയും അമ്മയൊക്കെ നോക്കി. അവരും സമ്മതഭാവത്തിൽ ചിരിച്ചു. ഇനിയിപ്പോ ആലോചിക്കാർ 2 മണവാളന്മാരും കൂടി മണ്ഡപത്തിൽ ഇരുന്നാട്ടെ, സമയം പോകുന്നു. എബിൻ ധൃതി കൂട്ടി. ശ്രീനാഥ് വീണ്ടും അബിയെ നോക്കി. അബി ഒരു പുഞ്ചിരി മുഖത്തെടുത്ത് അണിഞ്ഞുകൊണ്ട് ശ്രീനാഥിന്റെ കയ്യിൽ കോർത്തു പിടിച്ച് മണ്ഡപത്തിനുള്ളിലേക്ക് കടന്നു. പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പൂജാരി വന്ന് ചടങ്ങുകൾ തുടങ്ങി. നിമിഷങ്ങൾക്ക് 2 പെൺകുട്ടികളും സർവാഭരണ വിഭൂഷിതരായി മണ്ഡപത്തിലേക്ക് എത്തി. മൃദുല ശ്രീനാഥിന്റെ അരികിലായും ശ്രീപ്രിയ അഭിറാമിന്റെ അരികിലായും ഇരുന്നു. അബി തലയരിച്ച് പ്രിയയെ നോക്കി. അതേസമയം തന്നെ പ്രിയ അബിന് നേരെ നോട്ടമെറിഞ്ഞു. രണ്ടുപേരുടെയും കണ്ണുകളൊന്ന് കോർത്തു. ശ്രീനാഥിന് മുകുന്ദനും അഭിറാമിനും പുരുഷോത്തമനും താലിയെടുത്ത് നൽകി. ഇരുവരും താലിച്ചരട് അവരവരുടെ പാതികളുടെ കഴുത്തിലണിയിച്ചു. കുങ്കുമവർണ്ണത്താൽ സിന്ദൂര രേഖയും ചുവപ്പിച്ചു. അങ്ങനെ മംഗളകരമായി 2 വിവാഹങ്ങളും നടന്നു. വലതുകാൽ വെച്ച് പ്രിയ അഭിയുടെ വീട്ടിൽ കയറി. പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥനയോടെ തിരിഞ്ഞ പ്രിയയുടെ അടുത്തേക്ക് അഭിയുടെ അമ്മ വന്നു. മോളെ, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഇങ്ങനെ നടക്കണമെന്നായിരിക്കും ഈശ്വര നിശ്ചയം. അഭിയെ മോൾക്ക് ചെറുപ്പകാലം തൊട്ടേ അറിയുന്നല്ലേ. പെട്ടെന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നതിൻ്റെ ഒരു അങ്കലാപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. എൻ്റെ മോൻ പാവ. മോളെ ഒരിക്കലും അവൻ വിഷമിപ്പിക്കില്ല കേട്ടോ. മോൾ ചെന്ന് വേഷമൊക്കെ മാറി നാളെ പോയി ഡ്രസ്സൊക്കെ വാങ്ങിക്കാം. അബിയുടെ റൂമിൽ മോളുടെ അമ്മ തന്നൊരു ബാഗ് വെച്ചിട്ടുണ്ട്. അതിൽ തൽക്കാലത്തേക്കുള്ളൊക്കെ ഉണ്ട്. ചെന്ന് കുളിച്ചിട്ട് വാ. പ്രിയ തലയാട്ടി സമ്മതിച്ച് അബിയുടെ റൂമിലേക്ക് പോയി. വാതിൽ ചാരിയിട്ടുണ്ടായിരുന്നു. അവൾ മെല്ലെ ഡോറിൽ തട്ടി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അകത്ത് അബി മാറിയിട്ട് ഡ്രസ്സ് മടക്കി വെക്കുകയായിരുന്നു. അവളെ കണ്ട് അവരൊന്ന് പതറി. പ്രിയം എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു. അത് പിന്നെ അവൾ പറയാൻ വന്ന മുഴുവനാക്കാൻ നിന്നു. തനിക്ക് പ്രശ്നമാണോ? ഞാനെന്നാ പുറത്തേക്ക് പോവാം. അബി പെട്ടെന്ന് വാതിലേക്ക് നടന്നു. അബിയേട്ടാ. പുറകിൽ നിന്നുള്ള പ്രിയയുടെ വിളിയേട്ട അവൻ തിരിഞ്ഞു നോക്കി. എന്താടോ? അത് പിന്നെ അബിയേട്ടാ, എനിക്കറിയാം അബിയേട്ടന് ഈ വിവാഹം എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന്. എനിക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അബിയേട്ടാ, ഏട്ടനെ വെറുക്കരുത്. അബിയോട് അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രിയ വിതുമ്പിപ്പോയിരുന്നു. അഭിവേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ചുമലിൽ കൈ ചേർത്ത് പിടിച്ചു. എടോ, താൻ പറഞ്ഞത് ശരിയാ. ഞാനൊരിക്കലും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എന്ന് വെച്ച് ഞാനെന്തിനാണോ തന്നെ വെറുക്കുന്നത്? താനതിന് എന്നോട് എന്ത് തെറ്റായത്? ഇതായിരിക്കും നമ്മുടെ വിധി. ഞാനിപ്പോൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ പൊരുത്തപ്പെടാൻ എനിക്ക് കുറച്ച് സമയം വേണം. എന്ന് വെച്ച് ഞാൻ തന്നെ ഉപേക്ഷിക്കുകയോ അകറ്റി നിർത്തുകയൊന്നും ചെയ്യില്ല. പ്രിയ അത്ഭുതത്തോടെ നിറഞ്ഞ മിഴികൾ ഉയർത്തി അവനെ നോക്കി. അവൻ അവളുടെ മിഴിയണയിലെ നീർത്തുള്ളി വിരൽ തുമ്പാൽ തുടച്ചു നീക്കി. ഡോ, താനിങ്ങനെ കരയാതെ. എനിക്ക് വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഒരുറപ്പ് മാത്രം ഞാൻ തരാം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ താൻ കരയേണ്ടി വരില്ല. തന്നെ നോക്കുന്ന ഓരോ നിമിഷവും എൻ്റെ മുമ്പിൽ എൻ്റെ സ്ത്രീയുടെ നിറഞ്ഞ മിഴികളാണ് കടന്നു വരുന്നത്. അവൻ ചെറുചിരിയോടെ അവളുടെ കവിളിലും തട്ടി. താൻ പോയി ഒന്ന് ഫ്രഷ് ആവും. അവൻ ചിരിയോടെ പറഞ്ഞ് പുറത്തേക്ക് പോയി. പ്രിയയുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. 3 മാസങ്ങൾക്ക് ശേഷം അബിയുടെ വീടിന്റെ ടെറസ്. എബിൻ തലകുത്തി കിടന്ന് ചിരിക്കുകയാണ്. അത്രക്കൊന്നുമില്ലെങ്കിലും പ്രശാന്തും ശ്രീനാഥും കൂടെ കൂടുന്നുണ്ട്. ഒന്നും മിണ്ടാതെ ഒരു മൂലക്ക് തലയും താഴ്ത്തി കുത്തിരിക്കുകയാണ് നമ്മുടെ കഥാനായകൻ. മനസ്സിലായില്ലേ? നമ്മുടെ അബിക്കുട്ടൻ. എബി ചിരി നിർത്തി മേലെ കൈകുത്തി എണീറ്റു. എന്തൊക്കെയായിരുന്നു! മലപ്പുറം കത്തി, അമ്പും വില്ലും, ഫ്രീഡം, ബാച്ചിലർ ലൈഫ്, ഓലക്കേട മൂട്, തേങ്ങാക്കോല. മിണ്ടടാ, നീ തൊളർന്ന് മിണ്ട്. നിന്റെ വായിലെന്താ പൂച്ച വെറ്റിയെടുക്കുന്നുണ്ടോ? എബിൻ അറഞ്ചപ്പുറഞ്ച് അബിയെ എടുത്തിട്ട് പൊരിക്കുകയാണ്. ആരാണ് ഇനി അപ്പി പോരുന്ന ചന്തി കഴിക്കുന്നു? എന്താടാ കോപ്പി, നീ ഒന്നും മിണ്ടാത്തേ? ഒന്നുമില്ലല്ലോ, എന്റെ പെണ്ണുപിള്ള 1.5 വർഷമായപ്പോഴാണ് പ്രഗ്നന്റ് ആയത്. ഈ ശാന്തുവിനെ തന്നെ 1 വർഷം കഴിഞ്ഞിട്ടാ അമ്മയാവുന്ന കാര്യം അറിയിച്ച്. നിന്റെ ഒപ്പം കിട്ടിയ സ്ത്രീ ആവട്ടെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു പോലും ഉണ്ടാവില്ല. എന്നിട്ട് ദർശനേ പുണ്യം സ്പർശനേ പാപെന്ന് പറഞ്ഞ് നടന്ന നീ നാട്ടുകാരെല്ലാം കൂടി കാല് പിടിച്ച് കെട്ടിച്ചിട്ട് കെട്ടുകഴിഞ്ഞ് 2 മാസം ആയപ്പോഴും ഇതാ പെണ്ണ് തലയിറങ്ങി വാളും വെച്ച് കിടക്കുന്നു. അയ്യോ, എനിക്ക് എബിൻ വീണ്ടും തലവുത്തിരിഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ആ പറഞ്ഞും കൂടി കേട്ടപ്പോൾ ശ്രീയുടെയും പ്രശാന്തിന്റെയും ഉള്ള കൺട്രോൾ കൂടിപ്പോയി. പിന്നെ ഒരു കൂട്ട ചിരിയായിരുന്നു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലല്ലേ? കൗസല്യാമ്മ നടത്തിയ കൂട്ട വഴിപാട് ഫലം കണ്ടു. 2-ാം മാസത്തേനെ നമ്മുടെ അബിക്കുട്ട അച്ഛനാവാൻ പോവാണെന്ന്. എങ്ങനെയുണ്ട്? നിർത്തളത്തിൻ്റെ നിന്റെ ഒക്കെ കിണിയണ്ട തോന്നുന്നല്ലോ. ഞാനിത് അറിയാതെ പെണ്ണിനെ ഗർഭമുണ്ടാക്കി കൊടുത്തെന്ന്. ഞാനേ എന്റെ സ്വന്തം പെണ്ണിയെ അമ്മയാക്കിയത്. കല്യാണം കഴിഞ്ഞതൊക്കെ സ്വാഭാവികല്ലേ? അതിലിപ്പോ എന്തത്ര ചിരിച്ചു മറിയാൻ? ഓ, അവന് വലിയ കാര്യം പറയാൻ വന്നിരിക്കുന്നു. ഒന്ന് പോടപ്പാ. അബി നിസ്സാര ഭാഗത്തിൽ എബിനോട് പറഞ്ഞു. അയ്യോ പാവം കാശ്മീര്, നീ എന്തൊക്കെയാ പറഞ്ഞടാ? നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എന്റെ കർത്താവേ, എനിക്ക് മനസ്സിലായി നീ ഉണ്ട്. നീ സത്യമായിട്ടുണ്ട് കർത്താവേ. തൂണിലും തുരുമ്പിലും ഉണ്ട്. പെട്ടെന്നൊരു ഫോണിന്റെ ശബ്ദം മുഴങ്ങി. 4 പേരും പരസ്പരം നോക്കി.
എന്തോ മനസ്സിലായെന്നവണ്ണം മൂവര് അബിയുടെ പോക്കറ്റിലേക്ക് നോക്കി. അബി ചെറുതായ ഒരു ചമ്മലോടെ പോക്കറ്റിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തു. പ്രിയ കോളിംഗ്. അവൻ ഫോണിലേക്കും മുന്നിൽ വന്നു നിൽക്കുന്ന മൂന്നുപേരെയും മാറി മാറി നോക്കി. മോനെ അബി, മര്യാദക്ക് ഫോൺ എടുത്തേ, എന്നിട്ട് ലൗഡ് സ്പീക്കർ ഇട്. എബിൻ പ്രതികാര ബുദ്ധിയോടെ പറഞ്ഞു. എബി കുട്ടാ, അത് വേണോടാ? അബി വളരെ താഴ്മയോടെയാണ് എബിയോട് ചോദിച്ചത്. വേണം, തീർച്ചയായിട്ടും വേണം. കർത്താവ് ഓരോ വഴി തുറന്നിരുമ്പോ ഞാൻ എങ്ങനെയാണ് യൂദാസേവ് വേണ്ടെന്ന് വെക്കുന്നത്? അബി മനസ്സിലാമനസ്സോടെ കോൾ അറ്റൻഡ് ചെയ്ത് ലൗഡ് സ്പീക്കറിൽ ഇട്ടു. ഹലോ പ്രിയു. അബിയേട്ടാ, സഭ പിരിച്ചുവിടാനായില്ലേ? മറുവശത്തു നിന്നുള്ള ശബ്ദം കുറച്ച് ഗൗരവമുള്ളതായിരുന്നു. ദാ കഴിഞ്ഞു പ്രിയു, വരുവാ. ഞാനേ 30 വരെ എണ്ണും. അതിനു മുമ്പ് ഇവിടെ എത്തിയില്ലെങ്കിലേ ഞാൻ അച്ഛനെയും കൂട്ടി അങ്ങോട്ട് വരും. അതും പറഞ്ഞ് കോള് കട്ടായി. 3 പേരും അബിയെ നോക്കി ഒറ്റ ചിരിയായിരുന്നു. എനിക്ക് മതിയായി. അയ്യാ. എബിൻ ബമ്പറിലോട്ടടിച്ച സന്തോഷത്തോടെ തുള്ളിച്ചാടി. പോട തിണ്ടികള്, നിന്നോട് ദൈവം ചോദിക്കും. അബിയുടെ ശബ്ദം ദയനീയമായിരുന്നു. ഹലോ ഷെമിയെ, കഴിഞ്ഞുടി. ഞാനിപ്പോ വരും. ഒരു കഥയും കൂടെ പറയാനുള്ളത്. ഇപ്പൊ വരാ, പിരിച്ചുവിടാറായി. ഓക്കെ, ഇപ്പൊ വരാ. എടി ഒരു 5 മിനിറ്റ് പ്ലീസ്, ഇതൊന്ന് തീർത്തിട്ട് വരാം കേട്ടോ. അപ്പോ പോവാ കേട്ടോ. ഇതോടുകൂടി കഥ അവസാനിച്ചു. ഇനിയും പോയില്ലെങ്കിൽ എന്റെ കഥ അവസാനിക്കും.